ഗായ്സ് വെൽക്കം ബാക്ക് വെച്ചിട്ടൊക്കെ അങ്ങനെ മറ്റൊരു മൂവി റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നത്. ഈ മൂവി അത് അടിപൊളി മൂവിയാണ്. ഏതാ മൂവി എന്ന് അറിയണം? ഭരതനാട്യം 2 മോഹിനിയാട്ടം. അപ്പോൾ നിങ്ങൾ ചോദിക്കും പാട്രിയോട്ടിന് പോണില്ല. പാട്രിയോട്ടിന് നാളെ മറ്റന്നാളായി പോകണം. ഭരതനാട്യം 2 മോഹിനിയാട്ടം ഈ സിനിമ 2 ആഴ്ച കൊണ്ട് ഞാൻ കണ്ടതാണ്. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി റിവ്യൂ ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോഴാണ് മോനെ റിവ്യൂ ചെയ്യാൻ കിട്ടിയത്. അപ്പോൾ ഈ സിനിമയെ പറ്റി മേജറായി പറയുന്നത് ഷൈജു കുറുപ്പിൻ്റെ ബേബി ജീൻ്റെ ഒരു ആറാട്ടാണ്. ബേബി ജീനെ പറ്റിയൊക്കെ പറഞ്ഞ മോനെ മൂപ്പർക്ക് മ്യൂസിക് എന്നൊരു ഫീൽഡ് മാറ്റിയിട്ട് സിനിമയിലേക്ക് വരികയാണെന്ന് തോന്നുന്നുണ്ട്. അടിപൊളി ആക്ടിങ്. മൂപ്പരെ മറ്റേ ഒരു സൗണ്ടും അതുപോലെ തന്നെ ഒരു ആക്ടിങ് ഒക്കെ വേറെ ലെവൽ. അതുപോലെ മൂപ്പരെ കമ്പോസ് ചെയ്ത 1-2 പാട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്തൊക്കെയാണ് മൂപ്പരെ ആക്ടിങ്, അത് വേറെ ലെവൽ. ഭരതനാട്യം എന്ന് പറഞ്ഞ സിനിമ അതൊരു കോമഡി ആണെന്ന് വെച്ചാൽ മോഹിനിയാട്ടം ഇതൊരു സസ്പെൻസ് ആൻഡ് ട്വിസ്റ്റ് ഉള്ള ഒരു ഡാർക്ക് കോമഡി ഹ്യൂമർ ത്രില്ലർ പടമാണ്. ദൃശ്യത്തിൽ കുറച്ച് കോമഡി എലമെൻറ്റ് വന്നാൽ എങ്ങനെയിരിക്കും, അതാണ് ഈ സിനിമ. ഈ സിനിമയെ പറ്റി എനിക്ക് അധികമൊന്നും പറയാനില്ല. ഷൈജു കുറുപ്പ് അടിപൊളി ആക്ട് ചെയ്തു. മൂപ്പരെ 150ാമത്തെ സിനിമയാണ്. അപ്പോൾ എന്തായാലും കൺഗ്രാജുലേഷൻ. 150ാമത്തെ സിനിമയിലും അടിപൊളി മൂപ്പര ആക്ട് ചെയ്തു. കാരണം ഞാൻ മൂപ്പര അധികം മറ്റേ സിനിമകൾ കണ്ട ആളാണ് ഞാൻ. അപ്പോൾ എനിക്ക് മൂപ്പരുടെ ആക്ടിങ് ഒരുപാട് ഇഷ്ടപ്പെട്ടുണ്ട്. കാരണം പിന്നെ ഒരു ത്രില്ലർ സിനിമയ്ക്ക് എന്താ വേണ്ടത് ആ സാധനം കൊടുത്തു. പിന്നെ ട്വിസ്റ്റാണ് മോനെ മെയിൻ. കുറേ ട്വിസ്റ്റ് ഈ സിനിമയിലുണ്ട്. അത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഷൈജു കുറുപ്പ് അടിപൊളി ആക്ട് ചെയ്തു. മൂപ്പര 150ാമത്തെ സിനിമയും കൊണ്ട് അടിപൊളി ആക്ട് ചെയ്തു. കാരണം പിന്നെന്താ മറ്റേ രജനീകാന്തിൻ്റെ സിനിമയിൽ മറ്റേ സൂപ്പർ സ്റ്റാർ അങ്ങനെ ഇത് കാണിച്ച പോലെ പിന്നെ ഷൈജു കുറുപ്പ് 115 എഴുതി വെച്ചിട്ടൊക്കെയാണ് സിനിമ തുടങ്ങുന്നത്. പിന്നെ സിനിമ നിങ്ങൾ ഭരതനാട്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പാട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് സിനിമ തുടങ്ങുമ്പോൾ അതിൻ്റെ കുറച്ച് സീൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് പാട്ട് കണ്ടിച്ചാൽ വെച്ചാൽ ഒന്ന് ചുരുക്കി പിന്നെന്താ കുറച്ച് സീൻസ് റെഫർ ചെയ്ത് മനസ്സിലാക്കി തരും ഫസ്റ്റ് പാട്ട്. അപ്പോൾ ഈ സിനിമയെ പറ്റി ഞാൻ മെയിനായി എടുത്തു പറയാന്ന് വെച്ചാൽ സുരാജ് വെഞ്ഞാലമൂടും ഷൈജു കുറുപ്പും ബേബി ജീൻ്റെ ഒരു ആറാട്ടാണ്. ഈ ഒരാളെ നമ്മളെ അബദ്ധത്തിൽ കൊന്നു വെച്ചാൽ അതെങ്ങനെ മറച്ചു വെക്കാം എന്നുള്ളതാണ്. നല്ല സെൻസ് നല്ല ഈ സിനിമയെ കൂടി പറയണം. പക്ഷെ എന്നാലും ഡാർക്ക് കോമഡി നല്ല ചിരിക്കാനുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ സുരാജിൻ്റെ ആക്ടിങ് അടിപൊളി. മൂപ്പര് എൻട്രി തൊട്ട് മൂപ്പരിൻ്റെ സ്ക്രീൻ ഓൺ ടൈം അവസാനിക്കും വരെ നല്ല ചിരിക്കലും നല്ല സസ്പെൻസ് ത്രില്ലർ സാധനമാണ്. പിന്നെ അതുപോലെ തന്നെ ഷൈജു കുറുപ്പ് എന്താ ഞാൻ പറയുക, പുള്ളി അടിപൊളി ആക്ട് ചെയ്തിരുന്നു. ആസ് എ ആക്ടർ ഹി വാസ് എ നൈസ് ആക്ടർ. കാരണം ഈ സിനിമയിലോ ത്രില്ലർ സിനിമയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ഇത് കാണുമ്പോൾ നമുക്ക് ത്രില്ലർ സിനിമ തന്നെയാണോ കാണണമെന്ന് തോന്നുന്നു. പക്ഷെ നല്ല കോമഡി ചിരിപ്പിക്കാൻ കേട്ടോ. പിന്നെ ബേബി ജീനെ പറ്റി പറയാൻ വെച്ചാൽ മൂപ്പർക്ക് മ്യൂസിക് എന്നുള്ള സാധനം വിട്ടിട്ട് ഒരു സിനിമയ്ക്ക് വന്ന അവസ്ഥയാണ്. പുള്ളി അടിപൊളി അഭിനയിച്ചിരുന്നു. മൂപ്പര ആ റോള് ക്യാരക്ടർ അത് അടിപൊളി. എന്താ ഞാൻ പറയും, വേറെ ലെവലായി ചെയ്തു. കാരണം പിന്നെന്താ മൂപ്പർക്ക് നല്ല സ്ക്രീൻ ഓൺ ടൈം കിട്ടിയിരുന്നു. ആ സ്ക്രീൻ ഓൺ ടൈമിന് മൂപ്പര് എന്താ ഫസ്റ്റൊക്കെ മൂപ്പര ക്യാരക്ടർ കുറച്ച് എന്താ അധികം വലിയതില്ലാത്തതാണ്. പക്ഷെ സെക്കൻഡ് ഹാഫ് മോനെ മൂപ്പര് ലാസ്റ്റൊക്കെ ആകുമ്പോൾ വൻ കോമഡിയാണ് മൂപ്പര്. ബേബി ജീൻ എന്തായാലും അടിപൊളിയാണ് കേട്ടോ. കാണുമ്പോൾ നമുക്ക് മെയിൻലി അട്രാക്ട് ചെയ്യുന്ന ബേബി ജീനാണ് എനിക്ക് മെയിനായി ഇതിൽ നല്ല ചിരിപ്പിക്കാനുള്ള സാധനം ബേബി ജീൻ കൊടുത്തത്. പിന്നെ ഇതിൽ കുറേ ആൾക്കാരുണ്ട്, ഡയറക്ടറുണ്ട്, അതുപോലെ മ്യൂസിക് കമ്പോസർ ഉണ്ട്. പക്ഷെ ഈ 3 പേരാണ് ഈ സിനിമേൻ്റെ പൊളി. അപ്പം ഞാൻ പറയാൻ വെച്ചാൽ അത് ഡാർക്ക് ഹ്യൂമർ അടിപൊളി പടം, അടിച്ചാപ്പൊളി പടം. അപ്പോൾ എനിക്ക് ഈ സിനിമ ഒരുപാട് ഇഷ്ടപ്പെട്ടുള്ളൂ. ഞാൻ 2 ആഴ്ച മുന്നേ ഒന്ന് കണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴാണ് റിവ്യൂ ചെയ്യാൻ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടു വെച്ചാൽ കമൻറ്റ് ചെയ്തോളി. നിങ്ങൾ ഈ ചാനൽ ആദ്യം കാണുക വെച്ചാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പോൾ ശരി.